തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോയിൽ ചുരം പാതയുടെ ടാറിംഗ് പൂർത്തിയാക്കാത്തത് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. വിവിധ ഭാഗത്തായി 7 കിലോമീറ്ററോളം ദൂരം ടാറിംഗ് ആണ് ബാക്കിയുള്ളത്. നെടുമ്പോയിൽ മുതൽ ചന്ദനത്തോട് വരെയുള്ള ഭാഗത്തെ ടാറിംഗ് പ്രവൃത്തികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. നെടുമ്പോയിൽ മുതൽ ചന്ദനത്തോട് വരെയുള്ള 12 കിലോമീറ്റർ റോഡിന്റെ പല ഭാഗത്താണ് പൊതുമരാമത്ത് വകുപ്പ് മെക്കാഡം ടാറിംഗ് നടത്തിയിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 7 കിലോമീറ്ററോളം ദൂരം ടാറിംഗ് ആണ് ഇനി ബാക്കിയുള്ളത്. ചിലയിടങ്ങളിൽ ഒരു വശം മാത്രമാണ് ടാർ ചെയ്തത്. ഇത്തരത്തിൽ പലയിടത്തായി ടാറിംഗ് നടത്തിയതിനാൽ റോഡിന്റെ നടുവിലൂടെയും കുറുകെയും തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറുവാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇരുചക്ര വാഹനയാത്രക്കാർ റോഡിൽ വീഴാനും സാധ്യതയുണ്ട്. 4ാമത്തെ ഹെയർപിൻ വളവിന് സമീപം വിള്ളലുണ്ടായതിനെ തുടർന്ന് പുനർനിർമ്മിച്ച ഭാഗത്ത് പൊടിശല്യം അതിരൂക്ഷമാണ്. വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ തൊട്ടുപിറകിൽ വരുന്ന വാഹനങ്ങൾക്ക് റോഡ് കാണാൻ പോലും പറ്റാത്ത തരത്തിലാണ് പൊടി ഉയരുന്നത്. ഈ ഭാഗത്ത് ടാറിംഗ് ജോലികൾ ബാക്കിയുണ്ട്. ചുരം റോഡിന്റെ വിവിധയിടങ്ങളിലായി റോഡിൽ ഓടയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. റീടാറിംഗ് പ്രവൃത്തി കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച് ആക്ഷൻ കൗൺസിൽ എന്ന നിലയിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ PWD അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് 15-ാം തീയതിക്ക് ശേഷം ഈ നിർമ്മാണ പ്രവർത്തനം എന്തായാലും റീടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നാണ്. ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് പണി തുടങ്ങുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കരാറുകാരും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ മെറ്റീരിയൽ സപ്ലൈ ചെയ്യേണ്ട ക്രഷറുകളും കോറകളും എല്ലാം തന്നെ സമരത്തിലായതുകൊണ്ട് ഇവർക്ക് ആവശ്യമായ മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ഇന്ന് സംസാരിച്ച് പറയാൻ വേണ്ടി കഴിഞ്ഞത്. കൂത്തുറമ്പ് ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് ആവശ്യമായ മെക്കാഡം ടാറിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ആ പ്രദേശത്തുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുടെ സമരം അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ റോഡിൻ്റെ റീടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. ടാറിംഗ് പൂർത്തിയാക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.